നമ്മൾ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണം. മൂത്രിച്ചിട്ടൊക്കെ വൃത്തിയാക്കുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കണം. നമ്മളത്തെ ഇന്നിപ്പോ വീട്ടിന്റെ ഉള്ളിലൊക്കെ സൗകര്യങ്ങൾ, എന്ത് സൗകര്യങ്ങളാ സുബ്ഹാനല്ലാഹ്. ബാത്റൂമിൽ കൂടുതൽ സൗകര്യം ഉണ്ടാകാൻ പാടില്ല എന്നാ. എന്താ കാരണം? അവിടെ കുറെ നേരം നിൽക്കാൻ പറ്റൂല, ഇറങ്ങി പോരണോ. ഇപ്പൊ അവിടെ പോയാലോ ഒരു 2 മണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ തോന്നാ, അല്ലെങ്കിൽ നഷ്ടാവും ചില ബാത്റൂമിലൊക്കെ കയറിയാൽ. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യും പോലെ, ഹോട്ടൽ ബുക്ക് ചെയ്താല് കുറെ നേരം അവിടെ ഇങ്ങനെ സമയം ചെലവഴിച്ചാലേ നമുക്ക് അതിന്റെ ലാഭം ഉണ്ടാവുള്ളൂ. ആകെ 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വെറുതെ 5000 രൂപക്ക് എന്തിനാ പൈസ കൊടുക്കണേ? നഷ്ടാന്ന് പറയാ എന്ന പോലെ തോന്നിപ്പോവും ചില വാഷ്റൂമിൽ കയറിയാൽ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മൂത്രിച്ചാൽ അതൊക്കെ വൃത്തിയാക്കുന്നത് അതിൻ്റെതായ മട്ടത്തിൽ വൃത്തിയാക്കണം. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, ചില ഉമ്മമാരൊക്കെ മക്കൾക്ക് നന്നായി പഠിപ്പിക്കണം. അതിനിപ്പോ ഉമ്മമാർക്ക് എവിടെ നേരം? ഒക്കെ മൊബൈലിലല്ലേ ഇരിക്കണം. സുബഹി നിസ്കാരം മുതൽക്ക് അങ്ങ് തുടങ്ങും ഓൺലൈൻ മജ്ലിസ്. ഞാൻ ഓൺലൈൻ മജ്ലിസിന് എതിരൊന്നുമല്ല കേട്ടോ. അപ്പൊ നമ്മളെ വേറെ എത്ര ആളുകൾ ലൈവിൽ കാണുന്നില്ലേ? ഓൺലൈൻ മജ്ലിസ് എതിരൊന്നും ഉണ്ടായിട്ടുമല്ല. ഒറ്റ ഓൺലൈൻ മജ്ലിസും മുടക്കൂല എന്ന വാശി വേണ്ടാന്ന് അമ്മമാരോട് പറയാം. നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ മറന്നു പോകും. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളെ നജസിൽ നിന്ന് നന്നായി വൃത്തിയാക്കാൻ ഉമ്മമാരെ ശ്രദ്ധിക്കണം. ചെറിയ മക്കളെ ഒറ്റക്ക് നമ്മളിങ്ങനെ മൂത്രിക്കാൻ വേണ്ടി ടോയ്ലറ്റിലോട്ട് പറഞ്ഞു വിടും. അവരങ്ങ് മൂത്രിച്ചിട്ട് വരും. കഴുകിയോന്ന് ചോദിച്ചാ കഴുകിയെന്ന് പറയും. മടി ഉണ്ടായാലും എങ്ങനെയല്ലേ മനുഷ്യന്മാരെ? ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് അറിഞ്ഞാൽ അവർ ചെയ്യുക തന്നെ ചെയ്യും, വൃത്തിയാക്കും. അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയാണ്, കാല് കഴുകിയിട്ട് ഈ മോൻ വരാൻ കുട്ടികൾ നിർബന്ധിപ്പിക്കണം മക്കളോട്. ചിലപ്പോൾ അത് കഴുകാതെ അങ്ങനെ മൂത്രിച്ചതൊക്കെ അവിടെ ഇങ്ങോട്ടൊക്കെ ധരിച്ചിട്ടുണ്ടാവും. അത് ചവിട്ടിയിട്ട് കാലൊന്നും കഴുകാതെ നേരെ വരും. എന്നിട്ട് ആ കിടക്കയിൽ കയറിയിട്ടാണ് കിടന്നുറങ്ങുക. അതിലാണ് ഉപ്പയും ഉറങ്ങണത്, ഉമ്മയും ഉറങ്ങണത്, ഒക്കെ നൈസായിട്ടുണ്ടാവും. അത് വൃത്തിയാക്കാൻ നന്നായി പ്രേരിപ്പിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മമാർ. അതേ മൊബൈൽ ഉപയോഗം ഒരു നിയന്ത്രണത്തിലേക്ക് വരുത്തണം. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ലമ്മത്തുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ പേടിച്ച് നല്ലവരായി ജീവിച്ച് നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് നല്ലവരായി ജീവിച്ച് എപ്പോഴും നല്ല ഉളൂയിൽ വേണം. ഇപ്പൊ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉളൂ ഉള്ള എത്ര ആളുണ്ട്? എത്ര ആൾക്ക് ഉളൂ ഉണ്ട്? അതിന് നമ്മൾ പറയുമ്പോ പറയും നിസ്കരിച്ചിട്ടുണ്ട് സാറേ, നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കാനല്ലേ ഉളൂ വേണ്ടേ? നിസ്കരിക്കാൻ ഉളൂ ഏതായാലും വേണം. നിസ്കരിക്കാൻ ഇല്ലെങ്കിലും ഉളൂ വേണം. എപ്പോഴും ഉളൂ വേണം. ഉളൂ മുറിഞ്ഞാൽ പോയി ഉളൂ എടുത്ത് വരിക. ഇനിയിപ്പോ എന്താ പ്രശ്നം? വെള്ളല്ലേ? വെള്ളം ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഉളൂ എടുക്കുക. എന്താ കാരണം? എപ്പോഴും നിത്യമായും ഉളൂയിലാവുക. അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? മരണം എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അതാഉ മലക്കുൽ മൗതി വഹുവ അലാ ഉളൂഇൻ ഉഅതിയ ഷഹാദ. ഒരാള് മരിക്കുമ്പോൾ അയാൾ ഉളൂയിലായിട്ടാണോ മരിക്കുന്നത്? ഉളൂയോടുകൂടെയാണോ മരിക്കുന്നത്? എന്നാൽ അയാൾക്ക് അല്ലാഹു തആല ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുകയാണ്, ഷഹീദിന്റെ പ്രതിഫലം നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ഉളൂയിലാകാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. നിത്യമായും ഉളൂ ഉള്ളവരാവുക. എന്നിട്ടോ ആഖിറത്തേക്ക് പലതും സമ്പാദിക്കാൻ വേണ്ടി മെനക്കെടുക. ആഖിറത്തിന് വേണ്ടി പലതും സമ്പാദിക്കാൻ നോക്കുക. ഒരാൾ വിഷമത്തിലുണ്ടോ, എന്നാൽ അയാളുടെ സങ്കടം മാറ്റാനെങ്കിലും നമ്മളൊരു സമയം കണ്ടെത്തുക. ആളുകളൊക്കെ വിഷമത്തിലായി കിട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കണ്ട. പിന്നെയോ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? സങ്കടത്തിലുള്ള ആളെ പോയി ഒരു 2 വാക്ക് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുക. അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് തഅസിയത്ത് എന്നത്. നമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ചിലപ്പോ മരിച്ച അന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞോണമെന്നില്ലെങ്കിലും ഒന്ന് പോയി സമാധാനിപ്പിക്കാൻ, മയ്യത്തിനടുത്ത് പോയി നിൽക്കാൻ കഴിയില്ലെങ്കിലും സമാധാനിപ്പിക്കാൻ ആണുങ്ങളൊക്കെ അതിന് ശ്രമിക്കണം. പുരുഷന്മാരൊക്കെ പോണം അതിന് തഅസിയത്തിന് പോവാന്ന് പറയാം.
ഇവിടെ നിങ്ങളെ മലയാളത്തിൽ എന്തോന്ന് പറയല്ലോ, എന്താ പറയാ, കണ്ണോക്ക് അല്ലേ? ആ, കാണോത്തല്ല, കണ്ണാരുണ്ട് പേരാ, കാണോത്ത് എന്ന് പറയും. ഇവിടെ കാണോത്ത് എന്ന് പറയോ? എന്നാ നമ്മളെ കുറച്ച് അപ്പുറം പോയാൽ കാണോത്ത് എന്ന് പറയും. അതിന് കല്യാണത്തിനാ വരെ കാണോത്ത്. ഞങ്ങളെ നാട്ടിൽ കാണോത്ത് എന്നല്ല വരാ, കായിന്ത് എന്ന് പറയും. മംഗലാപുരം ഭാഷ എങ്ങനെയാണ്? കായിന്ത് എന്ന് പറഞ്ഞാൽ നിക്കാഹ്, അതിനാണ് കായിന്ത് എന്ന് പറയും. അപ്പൊ കണ്ണോക്കിന് പോവാ, അതിന് സമയം കണ്ടെത്തണം പുരുഷന്മാർ. ആളുകളുടെ വിഷമം നമ്മുടെ വിഷമമായി കാണണം, കണ്ണോക്കിന് പോകണം. പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ചെന്നാൽ അവരോട് സ്വബർ ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ വിഷമിക്കണ്ട, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രതിഫലമുണ്ടാകും എന്നിങ്ങനെ അയാൾക്ക് പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിലവിലുള്ള ഈ വിഷമത്തിൽ ക്ഷമിക്കാൻ വേണ്ടി അയാളോടൊന്ന് പറയുക. അപ്പൊ അതിന് നമ്മളൊക്കെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ഇതിനൊന്നും ഇന്ന് നേരമില്ലാണ്ടായി പോയി. ആളുകൾക്കൊന്നും ഇതിന് നേരമില്ല. ഓരോരുത്തരും അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ കുടുംബവും അവന്റെ വീട്ടുകാരും എന്നതിനപ്പുറം ചിന്തിക്കുന്നവർ കുറഞ്ഞു പോയി. അങ്ങനെയുള്ളവരാകാൻ പാടില്ല. ആളുകളുടെ വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ കാണണം. ഞാനിത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അല്ലാഹുവിനെ നന്നായി പേടിച്ച് ആ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാനുണ്ടെന്ന ബോധത്തോടെ നന്നായി ഒരു നല്ല ജീവിതം നയിക്കാൻ നോക്കണം. അപ്പോഴൊക്കെ നമ്മെ ആ വഴിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഒരുത്തനുണ്ടാകും. അവൻ എപ്പോഴും അവന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അതാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ പ്രവർത്തനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.